എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെമ്മീൻ റോസ്റ്റും നെയ്ച്ചോറുമാണ്. രണ്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഉപ്പിട്ടിട്ട് മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വാടി വരുമ്പോൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി വാടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വാടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മസാലേൻ്റെ കുത്തിപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷമാണ് പിന്നെയാണ് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റും നെയ്ച്ചോറും കേട്ടോ. രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാനിതിലിത് അങ്ങനെ കറി ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കണില്ല, അങ്ങനെ ഗ്രേവി ആക്കണില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നെയ്ച്ചോറിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിനതൊരു കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീനിൽ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടോ. തുടക്കത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഒക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊരു പാത്രം അരിയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വറ്റ് തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ നല്ലതാണ്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷം അത് തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടും നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ പണികളൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം ആയിട്ടുണ്ട്. ചോറ് ഇതോടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.